Hi, welcome to another video of Sensor School of Life Sciences. Today we are going to discuss the topic overfishing. അപ്പോൾ overfishing എന്താണെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ അനുവദനീയമായ ഒരു എമൗണ്ട് ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ ഒരു എടുക്കാൻ പറ്റിയ ഒരു ഒപ്റ്റിമം ലെവൽ ഓഫ് സ്റ്റോക്ക് ഉണ്ട് അല്ലെ. ആ സ്റ്റോക്കിന് അധികം നമുക്ക് എടുക്കാൻ പറ്റുന്നതിലധികം നമ്മൾ ഫിഷ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ഓവർ ഫിഷിംഗ് എന്ന് പറയും. ഓക്കെ, എപ്പോഴാണ് ഓവർ ഫിഷിംഗ് എപ്പോഴാണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഫിഷിനെ ഹാർവെസ്റ്റ് ചെയ്ത് മാറ്റിയോ അത്രയും ഫിഷിനെ റിമൈനിങ് ആയിട്ടുള്ള പോപ്പുലേഷന് റിപ്ലനിഷ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ റിക്രൂട്ട് ബാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അവിടെ നമുക്ക് ഓവർ ഫിഷിംഗ് നടന്നു എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെ ഓവർ ഫിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് തോന്നും? പ്രോഫിറ്റബിൾ ആണ് എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഓവർ ഫിഷിംഗ് നടത്തുന്നത്. പക്ഷേ ഇത് ആ സമയത്ത്, അതായത് ഫസ്റ്റ് ക്യാപ്ചറിൽ ഇത് പ്രോഫിറ്റബിൾ ആയാൽ പോലും ഫർദർ ക്യാപ്ചർ എന്ത് ചെയ്യും? കുറയും. കാരണം നമുക്ക് റിമൂവ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഫിഷിന് റിപ്ലനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്തില്ല? സ്റ്റോക്ക് ഇല്ല, സ്റ്റോക്ക് കുറവാണ്. അങ്ങനെ സ്റ്റോക്ക് ഓരോ തവണയും ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്ത് പറ്റും? ഇവിടെ പോപ്പുലേഷൻ, നമുക്ക് കമേഴ്ഷ്യലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിഷസിന്റെ പോപ്പുലേഷൻ എന്താവും? എക്സ്റ്റെൻഷനിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ ഈ ഫിഷറീസിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഫിഷേഴ്സ് ആയാലും എന്താണ്, അല്ലാണ്ട് ഫിഷ് എക്കോസിസ്റ്റം, ബയോളജിക്കലി നോക്കുകയാണെങ്കിൽ എക്കോസിസ്റ്റം ആയാലും ഒക്കെ എന്ത് ചെയ്യും? അതിന്റെ ഒരു ബാലൻസ് നഷ്ടമാകും. ഓക്കെ, അത് മാത്രമല്ല, ഫിഷേഴ്സിനാണെങ്കിൽ അവരുടെ എക്കണോമി കുറയും. അവർ ഒരുപാട് ഫിഷിംഗ് എഫേർട്ട് ഒരുപാട് കൊടുത്താൽ പോലും അവർക്ക് എന്ത് കിട്ടില്ല? പ്രോഫിറ്റ് അത്രയും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓവർ ഫിഷിംഗ് കാരണം ഉണ്ടാകുന്ന സീരിയസ് കോൺസിക്വൻസസ് ഏതൊക്കെയാണ്? ഓഷന്റെ ബാലൻസ് നഷ്ടമാകും. അതുപോലെ സോഷ്യൽ ആൻഡ് എക്കണോമിക് വെൽബീയിങ് ഓഫ് കോസ്റ്റൽ കമ്മ്യൂണിറ്റീസിനെ ഇത് എഫക്ട് ചെയ്യും. അപ്പോൾ ഈ ഓവർ ഫിഷിംഗ് എന്ന് പറയുന്നത് ഒരു സീരിയസ് കൺസേൺ ആണ്. ഇനി ഓവർ ഫിഷിംഗ് എപ്പോഴൊക്കെയാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഓവർ ഫിഷിംഗ് ഉണ്ട്? അപ്പൊ ഗ്രോത്ത് ഓവർ ഫിഷിംഗ് ആണ് ഒന്നാമത്തെ ഒരു ടൈപ്പ്. ഓക്കെ, ഇതിനെപ്പറ്റി നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഇവിടെ വീണ്ടും പറയുകയാണ്. ഗ്രോത്ത് ഓവർ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഒരു ഫിഷിനെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത് അതിന്റെ ഒരു മാക്സിമം സൈസ്, അല്ലെങ്കിൽ അതൊരു പർട്ടിക്കുലർ സൈസ് അറ്റൈൻ ചെയ്യുമ്പോഴാണ്. ആ പർട്ടിക്കുലർ സൈസ് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ഫിഷിനെ, അല്ലെങ്കിൽ ആ ഒരു ക്യാപ്ചർ നമുക്ക് പ്രോഫിറ്റബിൾ ആവുള്ളൂ. ഓക്കെ, ആ ഒരു സൈസ് എത്താത്ത ഫിഷസ്, അതായത് സപ്പോസ് ഒരു 15 സെന്റിമീറ്റർ വളർച്ചയുള്ള, ഓക്കെ, അതാണ് അതിന്റെ ഹാർവെസ്റ്റബിൾ ആയിട്ടുള്ള സൈസ് ഉള്ള ഫിഷിനെ നമ്മളൊരു 5 സെന്റിമീറ്റർ ആകുമ്പോൾ തന്നെ ക്യാപ്ചർ ചെയ്യുന്നു വെച്ചു. അപ്പൊ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്ന ഇൻകത്തിനേക്കാളും അല്ലെങ്കിൽ പ്രോഫിറ്റിനേക്കാളും കുറയും. കാരണം എന്താണ്? ഈ ഫിഷിന്റെ സൈസ് നമുക്ക് വേണ്ടുന്ന സൈസ് എത്തിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതിന് വേണ്ടുന്നുള്ള സൈസ് എത്തുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നു? ചെറിയ ഫിഷിനെ ക്യാപ്ചർ ചെയ്യുന്നു. ടു സ്മോൾ ആയിട്ടുള്ള ഫിഷിനെ നമ്മൾ ക്യാപ്ചർ ചെയ്തെടുക്കുന്നു. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? നമുക്ക് ആവശ്യമുള്ള പ്രോഫിറ്റും കിട്ടുന്നില്ല, അതിന് സൈസ് ഇല്ലാത്തതുകൊണ്ട് എന്ത് സംഭവിക്കും? അതിന് അടുത്ത ഒരു റിക്രൂട്ട്മെന്റ് നടത്താനുള്ള എബിലിറ്റിയും കിട്ടുന്നതിന് മുന്നേക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹാർവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഹാർവെസ്റ്റബിൾ സൈസിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് ക്യാപ്ചർ ചെയ്തിട്ട് നമുക്ക് കാര്യമുള്ളൂ. അപ്പൊ നമ്മൾ അത്രയും ഫിഷിംഗ് എഫേർട്ട് കൊടുത്തിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നില്ല. അപ്പൊ അതാണ് ഗ്രോത്ത് ഓവർ ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്രോത്ത് ഓവർ ഫിഷിങ്ങിനെ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാന്ന് വെച്ചാൽ അതിനൊരു മെത്തേഡാണ് ഈ റൈറ്റ് സെലക്ടിവിറ്റി എന്ന് പറയുന്നത്. റൈറ്റ് സെലക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് മെഷ് ഉണ്ടല്ലോ, നമ്മൾ ഈ നെറ്റിന്റെ ഒരു മെഷ് സൈസ് ഉണ്ട്. ആ മെഷ് സൈസിന് എന്ത് ചെയ്യണം? നമ്മളൊന്ന് ഒപ്റ്റിമം കണ്ടീഷനിലേക്ക് വെക്കണം. അതായത് ടു സ്മോൾ ആയിട്ടുള്ള ഫിഷസ് എന്ത് ചെയ്യണം? അതിലൂടെ പാസ് ചെയ്ത് പോകണം. ഓക്കെ, അത് മാത്രമല്ല, നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സൈസ് മാത്രമേ അവിടെ എന്താവൂ? എൻറ്റാങ്കിൾഡ് ആവാവൂ, അല്ലെങ്കിൽ അവിടെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ കിട്ടാവൂ. ലാർജ് ഫിഷസ് എന്ത് ചെയ്യരുത്? ഇതിൽ കൂടെ പാസ് ചെയ്ത് പോവാനും പാടില്ല. ഓക്കെ, അപ്പൊ ഇതിലൂടെ പാസ് ചെയ്യാൻ അല്ലെങ്കിൽ എൻറ്റാങ്കിൾ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഒപ്റ്റിമം ആയിട്ടുള്ള ഹാർവെസ്റ്റബിൾ സൈസിലുള്ള ഫിഷിനെ മാത്രം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഒപ്റ്റിമം മെഷ് സൈസ് നമ്മൾ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമേ റൈറ്റ് സെലക്ടിവിറ്റി, അതായത് നമുക്ക് വേണ്ടുന്നുള്ള റൈറ്റ് ആയിട്ടുള്ള
സൈസിലുള്ള ഫിഷിനെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ ഈ റൈറ്റ് സെലക്ടിവിറ്റി നമ്മൾ കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ നമ്മൾ അബദ്ധത്തിൽ തിരിച്ചു പോവാവുന്ന ഈ സ്മോൾ സൈസുള്ള ഫിഷിന് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യാൻ ഒരു ചാൻസ് അവിടെ കിട്ടും. ഓക്കെ, അതാണ് ഗ്രോത്ത് ഓവർ ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രോത്ത് ഓവർ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈസിൽ വളർച്ച എത്തുന്നതിന് മുന്നേ തന്നെ അവരെ ക്യാപ്ചർ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഗ്രോത്ത് ഓവർ ഫിഷിംഗ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഈസ് റിക്രൂട്ട്മെന്റ് ഓവർ ഫിഷിംഗ്. അപ്പൊ ഇതും ഒരു സീരിയസ് ഇഷ്യൂ ആണ്. അതായത് മെച്ചർ ഇനഫ് ആവാത്ത അല്ലെങ്കിൽ അഡൽട്ട് ആവാത്ത ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാപ്ചർ ചെയ്യുന്നു. അതായത് നമ്മൾ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുന്ന അത്രയും എമൗണ്ട് ഓഫ് ഫിഷിനെ അല്ലെങ്കിൽ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഫിഷിനെ റിപ്ലനിഷ് ചെയ്യുന്നത് ആരാണ്? റിമൈനിങ് ആയിട്ടുള്ള ഫിഷ് പോപ്പുലേഷൻ ആണ്, അല്ലെ? ഏത് ലെവലിലുള്ള മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഫിഷസ് ആണ് ഇവിടെ നിന്ന് ക്യാപ്ചർ ചെയ്യുന്ന ഫിഷസിനെ എന്ത് ചെയ്യുന്നത്? റിക്രൂട്ട് ബാക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തിട്ട് ഒരു ഫിഷ് ഇരിക്കുകയാണ്. അപ്പൊ അതിന് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? പുതിയ യങ് വൺസിന് അതിന് 1-2 തവണയൊക്കെ സ്പോൺ ചെയ്യാൻ പറ്റുമായിരിക്കും. അതിനുള്ള അവസരം കൊടുക്കുന്നില്ല നമ്മൾ. അപ്പൊ എന്ത് സംഭവിക്കും? പോപ്പുലേഷൻ ഡിക്ലൈൻ ആവും. അപ്പം ഈ സ്പോണേഴ്സിന് നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. ഓക്കെ, അപ്പൊ സ്പോണേഴ്സിന് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ക്യാപ്ചർ ചെയ്താൽ മാത്രമേ എന്ത് പറ്റുള്ളൂ? ഈ ക്യാപ്ചർ ചെയ്ത് റിമൂവ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഫിഷിനെ റിപ്ലനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. സോ റിക്രൂട്ട്മെന്റ് ഓവർ ഫിഷിംഗിൽ എന്താ സംഭവിക്കുന്നത്? റിമൂവ് ചെയ്യുന്ന പോപ്പുലേഷനെ റിക്രൂട്ട് ബാക്ക് ചെയ്യാനുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാപ്ചർ ചെയ്യുന്നു. അങ്ങനെ ക്യാപ്ചർ ചെയ്യുമ്പോഴും എന്ത് സംഭവിക്കും? ആ പോപ്പുലേഷൻ ഡിക്ലൈനിലേക്ക് പോകും. അപ്പോൾ നമുക്ക് റിക്രൂട്ട്മെന്റ് ഓവർ ഫിഷിംഗിൽ എന്താണ്? യങ് വൺസിനെയും അല്ലെങ്കിൽ എന്താണ് പുതിയ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യേണ്ട സ്പോണേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യണം? ഒരു പീരീഡിലേക്ക് എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? മെഷ് സൈസിൽ തന്നെ ഒപ്റ്റിമം മെഷ് സൈസ് നമുക്ക് വെക്കാം. അതായത് സ്പോണേഴ്സിന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നെറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ പ്രൊലോങ്ഡ് ആയിട്ട് നമ്മൾ റിക്രൂട്ട്മെന്റ് ഓവർ ഫിഷിംഗ് നടത്തിക്കൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? ഒബ്വിയസ്ലി ആ സ്റ്റോക്ക് എന്ത് ചെയ്യും? കൊളാപ്സ്ഡ് ആകും. ഓക്കെ, അതായത് ഇവിടുന്ന് റിക്രൂട്ട് ചെയ്യുന്ന ഹാർവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഫിഷിനെ റിക്രൂട്ട് ബാക്ക് ചെയ്യാൻ സ്പോണേഴ്സ് ഇല്ല. അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത ഫിഷസിനെ നമ്മൾ അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ, അതിന് 1-2 തവണ റീപ്രൊഡ്യൂസ് ചെയ്യാൻ അവസരം കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി സ്റ്റോക്സ് എന്ത് ചെയ്യും? ഡിക്ലൈൻ ചെയ്യും. ഓക്കെ, ഇനി അടുത്തൊരു ടൈപ്പാണ് എക്കോസിസ്റ്റം ഓവർ ഫിഷിംഗ്. അപ്പൊ ഈ എക്കോസിസ്റ്റം ഓവർ ഫിഷിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം എല്ലാം ഒരു ബാലൻസിലാണ് പോകുന്നത്, അല്ലേ? എല്ലാം ഒരു ബാലൻസിലാണ്. അപ്പൊ നമ്മൾ നോക്കുന്ന ഈ ഓഷനിലായാലും ടെറസ്ട്രിയൽ കണ്ടീഷനിലായാലും എന്തുണ്ട്? ഒരു ബാലൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ അതായത് ഒരു ഫുഡ് ചെയിൻസ് ഉണ്ട് അല്ലെങ്കിൽ ഫുഡ് വെബ്സ് ഉണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ ഈ ഓവർ ഫിഷ് ചെയ്യുന്ന സമയത്ത് അവരുടെ ആ ഫിഷിന്റെ ആ എക്കോസിസ്റ്റത്തിനാണ് അല്ലെങ്കിൽ ആ ഒരു ഓഷ്യൻ കമ്മ്യൂണിറ്റിയുടെ എക്കോസിസ്റ്റത്തിന് എന്ത് ചെയ്യുന്നു? അൾട്ടറിങ് സംഭവിക്കുന്നു. അതായത് അതിന് വ്യത്യാസങ്ങൾ വരുന്നു. എങ്ങനെയാണ്? നമ്മൾ ചിലപ്പോൾ റിമൂവ് ചെയ്യുന്നത് വലിയ പ്രിഡേറ്റർ, നമുക്ക് എപ്പോഴും വേണ്ടത് വലിയ ഫിഷസിനെയാണല്ലോ, അല്ലെ? അപ്പൊ ഇവരെന്തായിരിക്കും? ഒന്നുകിൽ ടോപ്പ് കാർണിവേഴ്സ് അല്ലെങ്കിൽ ടോപ്പ് പ്രിഡേറ്റേഴ്സ് ആയിരിക്കും, അല്ലെ? അപ്പൊ ഈ പ്രിഡേറ്റർ സ്പീഷീസിനെയൊക്കെ നമ്മൾ ഇവിടുന്ന് റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ആ ഒരു ബാലൻസ് മാറും, അല്ലെങ്കിൽ എക്കോസിസ്റ്റം ബാലൻസ് മാറും. അതായത് അതായത് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന പ്രിഡേറ്ററി സ്പീഷീസിന്റെ പ്രേ ഉണ്ടല്ലോ, ഓക്കെ, ആ പ്രേ എന്ത് ചെയ്യും? അധികമായിട്ട് ഉണ്ടാകും. ഓക്കെ, അങ്ങനെ അവരധികമായിട്ടുണ്ടാകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു എന്താണ് എക്കോസിസ്റ്റം അവിടെ ഉണ്ട്. ലൈക്ക് ഫുഡ് പ്രൊവൈഡ് അല്ലെങ്കിൽ അവർക്കുള്ള ഫുഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പൊ ഇവരുടെ എണ്ണം കൂടുന്ന സമയത്ത് ഈ ഫുഡിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? കോമ്പറ്റീഷൻ ചെയ്യും. അല്ലെങ്കിൽ അവരുടെ ഒരു നിഷിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാം? ഈ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന പ്രിഡേറ്ററി സ്പീഷീസിന്റെ പ്രേസ്, അതായത് ചെറിയ ചെറിയ ഫിഷസ് കോമ്പീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതും അവർക്ക് ദോഷമാണ്. മാത്രമല്ല നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി ലാർജ് ഫിഷസിനെ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ലാർജ് ഫിഷസിനെ ഇങ്ങനെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ്? ഈ നാച്ചുറൽ സെലക്ഷൻ വഴി നമ്മൾ ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ ലാർജ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്?
ലാർജ് ആയിട്ടുള്ള ആൾക്കാരുടെ പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം എന്ത് ചെയ്യും? സ്മോൾ ആയിട്ടുള്ള, അതായത് ഒരു ബാലൻസ് ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റം ലാർജ് ആയിട്ടുള്ള ആൾക്കാർക്ക് പകരം ഇപ്പൊ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? സ്മോൾ ആയിട്ടുള്ള, അതായത് സൈസ് കുറഞ്ഞ ഫിഷസിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഫർദർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫിഷ് ചെയ്യുന്ന സമയത്ത് എന്താ നമുക്ക് ചെറിയ, അതായത് സ്മോൾ സൈസ് ഉള്ള ഫിഷ് സ്പീഷീസിനായിരിക്കും കൂടുതൽ കിട്ടുക. അപ്പൊ അത് നമുക്ക് എന്തായാലും എക്കണോമിക്കലി അത് പ്രോഫിറ്റ് കുറവാണ്. ഓക്കെ, അപ്പം ഇക്കോസിസ്റ്റം ഒരു ഷിഫ്റ്റ് ഉണ്ടാകും. ലാർജ് സൈസ് ഉള്ളതിൽ നിന്ന് സ്മോൾ സൈസിലേക്ക് ഒരു ഷിഫ്റ്റ് അവിടെ സംഭവിക്കാം. ഓക്കെ, പിന്നെ അതുപോലെ പറഞ്ഞ പോലെ പ്രിഡേഷനും കോമ്പറ്റീഷനും പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കാം. ആൻഡ് ഈ ഒരു എക്കോസിസ്റ്റം ഓവർ ഫിഷിംഗ് എപ്പോഴാണ്, ഏതൊരു കണ്ടീഷനിലാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു മിക്സ്ഡ് ഫിഷറി ഉള്ള കണ്ടീഷനിൽ. അതായത് മിക്സ്ഡ് ഫിഷറി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ടൈപ്പ് ഫിഷസിനെയും ചെറുതും വലുതും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാപ്ചർ ചെയ്യുന്നു. അങ്ങനെ ഒരു കണ്ടീഷനിലാണ് എക്കോസിസ്റ്റം ഓവർ ഫിഷിംഗ് എന്തായിട്ടുള്ളത് വിസിബിൾ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഓക്കെ, ആൻഡ് അപ്പൊ ഇങ്ങനെ എക്കോസിസ്റ്റം ഓവർ ഫിഷിംഗ് വഴി എന്താ സംഭവിക്കുക? മെച്ചർ ആയിട്ടുള്ള ആൾക്കാർക്ക് പകരം ഇമ്മെച്ചർ ആയിട്ടുള്ള ഒരു ആൾക്കാരായിരിക്കും കൂടുതൽ, അതായത് സൈസ് കുറഞ്ഞ ആൾക്കാർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എഫിഷ്യന്റ് ആയിരുന്ന ഒരു സിസ്റ്റം ഇപ്പൊ എന്തായി? ഇൻഎഫിഷ്യന്റ് ആയി എന്ന് നമുക്ക് പറയാം. ദാറ്റ് ഈസ് എക്കോസിസ്റ്റം ഓവർ ഫിഷിംഗ്. ഇനി ഓവർ ഫിഷിങ്ങിനെ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, അത് ഓവർ ഫിഷിങ്ങിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഫിഷിംഗ് എഫേർട്ട് അല്ലെങ്കിൽ നമ്മളെ എഫേർട്ടൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് ഒപ്റ്റിമൽ ആക്കാം. ഓക്കെ, അല്ലെങ്കിൽ അതിനെ മോണിറ്റർ ചെയ്യാം. ഓക്കെ, അതായത് ഇത്ര നമ്മൾ മാക്സിമം സസ്റ്റൈനബിൾ ഫീൽഡ് ഒക്കെ പഠിച്ചിരുന്നു അല്ലെ? അപ്പൊ മാക്സിമം സസ്റ്റൈനബിൾ ആയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാപ്ചർ ചെയ്യാം. അതായത് അല്ലെങ്കിൽ മാക്സിമം എക്കണോമിക്കലി ക്യാപ്ചർ ചെയ്യാം. അതായത് പ്രോഫിറ്റ്, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? കോസ്റ്റ് കുറയ്ക്കുന്നു. ഫിഷിംഗ് എഫേർട്ട് കുറച്ചുകൊണ്ട് മാക്സിമം നമുക്ക് ക്യാപ്ചർ ചെയ്യാം. അപ്പൊ എന്ത് പറ്റും? നമുക്ക് കോസ്റ്റ് കുറയുന്നത് കൊണ്ട് തന്നെ ബെനിഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്താവും? കൂടും. ഓക്കെ, അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫിഷ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ മെഷ് സൈസ് ഒക്കെ ഒപ്റ്റിമൽ ആക്കാം. നേരത്തെ പറഞ്ഞ പോലെ റൈറ്റ് സെലക്ടിവിറ്റി ഒക്കെ ചെയ്യാം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് എന്താണ് ആവശ്യമില്ലാത്ത സ്പീഷീസ് ഒക്കെ ഒഴിവായി പൊക്കോളും അല്ലെ? ചെറിയ സൈസുള്ള ഫിഷ് ഒക്കെ ഒഴിവായി പൊക്കോളും. എന്താ പർട്ടിക്കുലർ സൈസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ മാത്രം എന്ത് ചെയ്യും? കിട്ടും. ഓക്കെ, സ്പോണേഴ്സ് ഒക്കെ ഒഴിവാകുന്ന രീതിയിലുള്ള മെഷ് സൈസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഓവർ ഫിഷിങ്ങിനെ എന്ത് ചെയ്യാൻ പറ്റും? അവോയ്ഡ് ചെയ്യാൻ പറ്റും. ദെൻ ഓവർ ഫിഷിങ്ങിനെ റെഗുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നാണ് അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ഫിഷിങ്ങിലേക്ക് പോകുന്ന വെസൽസ് ഉണ്ടല്ലോ, ആ വെസൽസിന്റെ എൻട്രി നമുക്ക് എന്ത് ചെയ്യാം? റെസ്ട്രിക്ട് ചെയ്യാം. ഓക്കെ, ചില സീസൺസിൽ നമുക്ക് എന്ത് ചെയ്യാം? വെസൽസിന്റെ എൻട്രി നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാം. അല്ലെങ്കിൽ എൻട്രി ചെയ്യുന്ന വെസൽസിന്റെ നമ്പർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഓവർ ഫിഷിംഗ് കുറയ്ക്കാൻ പറ്റും. ദെൻ ഒരു ടൈം നമ്മൾ ക്യാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഹാർവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി, ദാറ്റ് ഈസ് ദ റൈറ്റ് വേർഡ്, ക്വാണ്ടിറ്റി. അപ്പൊ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന ക്വാണ്ടിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിമിറ്റ് ചെയ്യാം. ഓക്കെ, ഇത്ര മാത്രമേ ഒരു ടൈം അറ്റ് എ ടൈം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വെക്കാം. ഓക്കെ, നമ്മളെ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടി വീണ്ടും വീണ്ടും ക്യാപ്ചർ ചെയ്യുന്നത് കൊണ്ടാണ് ഓവർ ഫിഷിംഗ് സംഭവിക്കുന്നത്. ഓക്കെ, അതുപോലെ സർട്ടൻ ഏരിയാസ്, അതായത് നമുക്കറിയാം പല ഫിഷിനും സ്പോണിങ് ഗ്രൗണ്ട്സ് ഉണ്ട് അല്ലെ? സ്പോണേഴ്സും യങ് ആയിട്ടുള്ള ഫിഷസും ആയിരിക്കും അവിടെ ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഏരിയാസ് നമ്മൾ എന്ത് ചെയ്യാം? ഫിഷറി ഒഴിവാക്കാം. ഓക്കെ, അങ്ങനെയുള്ള ഏരിയാസിൽ നിന്നുള്ള ഫിഷിംഗ് ഒഴിവാക്കി അവിടെ പ്രൊഹിബിറ്റ് ചെയ്യാം, ഫിഷിംഗ് പ്രൊഹിബിറ്റ് ചെയ്യാം. അതുപോലെ സർട്ടൻ സീസൺ, സ്പോണിങ് നടക്കുന്ന സീസൺ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ നമ്മള് ബാൻസ്, ട്രോൾ ബാൻ ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ ബാൻസ് ഒക്കെ ഏർപ്പെടുത്താം ചില സീസണിൽ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഓവർ ഫിഷിങ്ങിന് ഒഴിവാക്കാം. ദെൻ ക്യാപ്ചർ ചെയ്യുന്ന ഏജ്, അതായത് ഫസ്റ്റ് ക്യാപ്ചറിന്റെ സൈസും ഏജും ഒക്കെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാം. ഇത്ര ഏജ് എത്തിയ ഫിഷിനെ മാത്രമേ നമ്മൾ ക്യാപ്ചർ ചെയ്യാവൂ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അത് മാക്സിമം സൈസും എത്തിക്കാനും 1-2 തവണ അത് റീപ്രൊഡ്യൂസും ചെയ്ത് കഴിഞ്ഞാണ്. അപ്പൊ അങ്ങനെയുള്ള ഫിഷസിനെ മാത്രം ക്യാപ്ചർ ചെയ്യുക. ഓക്കെ, അപ്പൊ കൺട്രോൾ ഓഫ് ഏജ് ഓർ സൈസ് അറ്റ് ഫസ്റ്റ് ക്യാപ്ചറും നമുക്ക് എന്ത് ചെയ്യാം? എസ്റ്റാബ്ലിഷ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓവർ ഫിഷിംഗ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇതാണ് റെഗുലേഷൻ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ഈസ് നമ്മൾ ഈ ഓവർ ഫിഷിംഗ് പറയുമ്പോൾ തന്നെ മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് യൂമെട്രിക് ഫിഷിംഗ്. ഓക്കെ, യൂമെട്രിക് ഫിഷിംഗ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മൾ ഗിയറിന് റെസ്ട്രിക്ഷൻസ് കൊടുക്കുക, അതായത് ഗിയർ റെസ്ട്രിക്ഷൻസ് വെക്കുക. ഓക്കെ, അതായത് റൈറ്റ് ഏജിലുള്ള അല്ലെങ്കിൽ റൈറ്റ് സൈസിലുള്ള ഫിഷിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ എഫേർട്ടിൽ ചില റെസ്ട്രിക്ഷൻസ് വെക്കുന്നു. ഓക്കെ, നമ്മൾ ഗിയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഫിഷിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മൾ ഫിഷിങ്ങിന് എന്തൊക്കെ യൂസ് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ ഗിയർ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഗിയേഴ്സ് എന്ത് ചെയ്യും നമ്മൾ, അതിന് ചില റെസ്ട്രിക്ഷൻസ് വെക്കാം. ഓക്കെ, ദാറ്റ് ഈസ് യൂമെട്രിക് ഫിഷിംഗ്. അപ്പൊ ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് വയ്ക്കുന്ന സമയത്ത്, അതായത് ഇത്ര മെഷ് സൈസ് ഉള്ള വല വേണം നമ്മൾ, നെറ്റ് വേണം നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ യൂസ് ചെയ്യാൻ, അങ്ങനെയാണെങ്കിൽ മാത്രമേ യങ് ഫിഷസിന് എസ്കേപ്പ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും, അത്ര ഒരു മെഷ് സൈസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ ഓവർ ഫിഷിംഗ് കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഇതിന് ചില ഡീമെറിറ്റ്സ് ഉണ്ട്. അപ്പൊ എന്താണ് ഡീമെറിറ്റ്സ് എന്ന് ചോദിച്ചാൽ, അപ്പൊ ഈ തരത്തിലുള്ള ഒരു നെറ്റ് വാങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഫ്ലീറ്റ്സിനെ നമ്മൾ എന്താ ഇല്ലെങ്കിൽ ഈ പറയുന്ന റെഗുലേഷൻസ് അനുസരിച്ച് ഫിഷ് ചെയ്യാൻ നമ്മൾ ഒത്തിരി കോസ്റ്റ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഫസ്റ്റ് ഒരു നമ്മുടെ കയ്യിലുള്ള കുറച്ച് ക്യാഷ് നമ്മൾ സ്പെൻഡ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഈ തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഫിഷ് ചെയ്യുന്നു. ആ ഫിഷ് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മൾ എന്താ സ്പെൻഡ് ചെയ്ത ആ ഒരു ക്യാഷ് കോസ്റ്റ് നമുക്ക് തിരിച്ചു കിട്ടില്ല. ഓക്കെ, അല്ലെങ്കിൽ ആ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടൂ, പ്രോഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള എക്കണോമിക് ബെനിഫിറ്റ്സ് നമുക്ക് കുറഞ്ഞിരിക്കും. ഓക്കെ, ആൻഡ് എക്കണോമിക് ഗെയിൻസ് ഇല്ല. അങ്ങനെ ഇല്ലാത്ത സമയത്ത് എന്താണ്, ഇതൊരു പ്രാക്ടിക്കലായിട്ട് ആൾക്കാർ എന്ത് ചെയ്യില്ല, സ്വീകരിക്കില്ല. അപ്പൊ യൂമെട്രിക് ഫിഷിങ്ങിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഓവർ ഫിഷിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില റെഗുലേഷൻസ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഗിയറിൽ വെക്കുന്നു, അതായത് ഗിയർ റെസ്ട്രിക്ഷൻസ് വെക്കുന്നു. ലൈക്ക് മെഷ് സൈസ് കുറയ്ക്കുക, അപ്പോൾ സ്പോണേഴ്സിന് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ സീസൺസ് ബാൻ ചെയ്യുക, അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഈ റെസ്ട്രിക്ഷൻസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് എന്താണ് കോസ്റ്റ് ഫിഷേഴ്സിന്റെ ഭാഗത്തു നിന്നാകുന്നു. അപ്പൊ ഇവര് ഇത് വെച്ച് റെസ്ട്രിക്ഷൻസിന്റെ ഉള്ളിൽ നിന്ന് ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യുന്നില്ല, അധികം പ്രോഫിറ്റ്സ് ഒന്നും കിട്ടുന്നില്ല, എക്കണോമിക് ബെനിഫിറ്റ്സ് കുറഞ്ഞിരിക്കും. പക്ഷെ എന്താണ്, നമ്മുടെ എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു ഫിഷിന്റെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ബെനിഫിറ്റ് ആണ്. ഫിഷ് പോപ്പുലേഷൻ നന്നായിട്ട് എന്താണ് പോകും, അല്ലെങ്കിൽ ഓവർ ഫിഷിംഗ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്താണ്, റവന്യൂ കുറയും. അതാണ് ഈ യൂമെട്രിക് ഫിഷിങ്ങിന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്കീം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം, പക്ഷെ ഫിഷേഴ്സിന് ഇത് ബെനിഫിറ്റ്സ് ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലരും ഇത് പ്രാക്ടീസ് ചെയ്യില്ല. പകരം അവരെന്ത് ചെയ്യും, ഓവറായിട്ട് ഫിഷ് ചെയ്തവരുടെ, നമുക്ക് എപ്പോഴും അതാണല്ലോ നമ്മുടെ പ്രോഫിറ്റ് കൂട്ടാന്നുള്ളതാണ്. അപ്പം ഓവറായിട്ട് ഫിഷ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് എ ഡീമെറിറ്റ്. നെക്സ്റ്റ് നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഓപ്പൺ ആക്സിസ് ഫിഷറി എന്ന് പറയുന്നത്. ഈ ഓപ്പൺ ആക്സിസ് ഫിഷറി എന്ന് പറയുന്നത് യൂമെട്രിക് ഫിഷറിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ലൈക്ക് ഇവിടെ ഓപ്പൺ ആക്സിസ് ആണ്, അതായത് ആർക്ക് വേണോ, എപ്പോ വേണോ, എത്ര വേണോ എന്ത് ചെയ്യാം, ഫിഷ് ചെയ്യാം. ഒരു റെസ്ട്രിക്ഷനും ഇല്ല. എത്ര ഫിഷിംഗ് ഫ്ലീറ്റ്സ് വേണോ പോകാം, അല്ലെങ്കിൽ എത്ര വെസൽസ് പോയാലും കുഴപ്പമില്ല, എത്ര എഫേർട്ട് കൊടുത്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ആർക്ക് വേണോ ഫിഷ് ചെയ്യാം. ഇതിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഏത് സീസണിൽ വേണോ ചെയ്യാം, എത്ര വേണോ ക്യാപ്ചർ ചെയ്യാം. അതാണ് ഈ ഓപ്പൺ ആക്സസ് ഫിഷറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഓപ്പൺ ആക്സസ് ഫിഷറി ആക്ച്വലി അത് എന്തിലേക്ക് ലീഡ് ചെയ്യും, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സിലേക്ക് ലീഡ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താ റിസോഴ്സ് ആരും എന്ത് ചെയ്യില്ല, റിസോഴ്സ് സംരക്ഷിക്കാൻ വേണ്ടി ആരും നിൽക്കില്ലല്ലേ, അവനവന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ എന്ത് ചെയ്യും, മാക്സിമം എക്സ്പ്ലോർട്ട് ചെയ്യും. അങ്ങനെ ഒരു ഓപ്പൺ ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബോട്ട് ഇല്ലാത്ത ആൾക്കാരും ബോട്ട് വാങ്ങിയിട്ട് കടലിലേക്ക് പോവല്ലേ, അവർക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക. ദാറ്റ് ഈസ് ദ മെയിൻ മോട്ടീവ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇങ്ങനെ ഹൈലി എക്സ്പ്ലോർട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, റിസോഴ്സ് എന്താണ് ഡിപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. റിസോഴ്സ് മാക്സിമം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, തീർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് ക്യാപ്ചർ ചെയ്ത് എടുക്കുന്നുണ്ട്. എന്ത് നോക്കാതെ,
അവിടെ സ്റ്റോക്ക് ഉണ്ടോ, അടുത്ത് ഈ റിമൂവ് ആയ സ്റ്റോക്കിനെ റിപ്ലനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഓണേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് എക്സ്പ്ലോയിറ്റേഷൻ നടക്കും, ഫിഷിംഗ് നടക്കും. ഓക്കെ. അപ്പോൾ ഓപ്പൺ ആക്സസ് ക്യാച്ചില് കോസ്റ്റും റവന്യൂ ഒക്കെ എന്താണ്, ഈക്വൽ ആയിരിക്കും. ഓക്കെ. അതായത് നമ്മള് ഈ ഓപ്പൺ ആക്സസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇവർ ഒരുപാട് മുതൽ മുടക്കും. ഓക്കെ. ഫിഷേഴ്സ് ഒരുപാട് ഒരുപാട് മുതൽ മുടക്കും. ലൈക്ക് അവര് അവരുടെ ഗിയേഴ്സ് ഒക്കെ നല്ല എന്താണ് മോഡേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഗിയേഴ്സ് ഒക്കെ അവർ യൂസ് ചെയ്യും. അല്ലെങ്കിൽ വലിയ ബോട്ട് അല്ലെങ്കിൽ ഒന്നിലധികം ബോട്ട്സ് ഒക്കെ വെസൽസ് ഒക്കെ അവർ യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഓവറായിട്ട് എന്ത് ചെയ്യും, ക്യാപിറ്റലൈസേഷൻ അതായത് കൂടുതൽ മൂലധനം അല്ലെങ്കിൽ കൂടുതൽ ഇവർ അതിലേക്ക് ക്യാഷ് മുടക്കും. അങ്ങനെ ക്യാഷ് മുടക്കുമ്പോൾ ഇതുപോലെ ക്യാഷ് മുടക്കി എന്താണ് ഒരുപാട് പേര്, ഓപ്പൺ ആക്സസ് അല്ലേ, അപ്പൊ ഇഷ്ടം മാതിരി പേര് എന്ത് ചെയ്യും, ഇതേ ഒരു ഏരിയയിലേക്ക് ഫിഷ് ചെയ്യാൻ വരുന്നു. അങ്ങനെ ഫിഷ് ചെയ്യാൻ വരുന്ന സമയത്ത് ഒരുപാട് പേര് ഇതേപോലെ എഫേർട്ട് ഇട്ട് വരികയാണ്. ആ സമയത്ത് എല്ലാവരും ഈ സെയിം റിസോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്രമേണ എന്താവും, റിട്ടേൺ കുറഞ്ഞു കുറഞ്ഞു വരും, ലോ റിട്ടേൺ ആവും. ഓക്കെ. എത്ര ഇൻവെസ്റ്റ്മെന്റ് കൂട്ടിയാലും കിട്ടുന്നത് കുറവായിട്ടുള്ള പ്രോഫിറ്റ്. കാരണം എന്താണ്, അവിടെ സ്റ്റോക്കിന് റിപ്ലനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരില്ല. ആരും റിസോഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ നിൽക്കുന്നത്, എക്സ്പ്ലോയിറ്റ് ചെയ്യല്ലേ. അപ്പൊ അവിടെ എന്ത് ചെയ്യാനില്ല, ഇതിന് ഈ എന്താണ് റിമൂവ് ആവുന്ന സ്റ്റോക്കിനെ റിപ്ലനിഷ് ചെയ്യാൻ ആൾക്കാരില്ല. സോ അതുകൊണ്ട് റിട്ടേൺ കുറഞ്ഞ് 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 വരും. അങ്ങനെ കുറഞ്ഞു വരുന്ന സമയത്ത് ഇവർക്ക് എന്തോ ഗെയിൻ ഉണ്ടോ, ഇതുകൊണ്ട് ഇല്ല. അപ്പം ശരിക്കും പറഞ്ഞ ഓപ്പൺ ആക്സസ് ഫിഷറി പൊതുവെ എന്താണ് എക്കോസിസ്റ്റത്തിന് മോശമായിട്ട് ബാധിക്കുന്നത്, അതിന് മോശമായിട്ട് ബാധിക്കുന്നതാണ്. മാത്രമല്ല ഫിഷേഴ്സിന് എന്താണ് ക്രമേണ പ്രോഫിറ്റ് കുറഞ്ഞു കുറഞ്ഞു. കാരണം അവരെത്രത്തോളം നൂതന സംവിധാനങ്ങൾ കൊണ്ടുവന്ന് ഫിഷ് ചെയ്യാൻ ശ്രമിച്ചാലും എന്തില്ല, അതിനകത്ത് സ്റ്റോക്ക് ഉണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ. അപ്പൊ സ്റ്റോക്ക് ഇല്ല, റിട്ടേണും ഇല്ല. അപ്പം ബോത്ത് സൈഡ്സിലും അതെന്താണ് ബാഡ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഓപ്പൺ ആക്സസ് ഫിഷറി എന്ന് പറയുന്നത്. അതായത് രണ്ടുപേർക്കും ഗുണമില്ല. ദെൻ ഈ ഓപ്പൺ ആക്സസ് ഫിഷറിയുടെ ഒരു എക്സാമ്പിൾ ആണ് വെയിൽ ഫിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ശരിക്കും പറഞ്ഞ നമുക്കറിയാം വെയിലൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു അതിന് പ്രത്യേകിച്ച് എന്താണ് വർഷത്തിൽ ഒരിക്കലോ അങ്ങനെ ഒക്കെ ആയിരിക്കും. അപ്പം ഈ വെയിൽ ഫിഷിംഗ് എന്ന് പറയുന്നത് ഒരു കൺട്രോളും ഇല്ലാതെ എല്ലാ രാജ്യങ്ങളും എന്ത് ചെയ്തു, ഒരുപോലെ എന്ത് ചെയ്തു, ഈ ഓപ്പൺ ആക്സസ് പോലെ എന്ത് ചെയ്തു, മൊത്തം ഫിഷ് ചെയ്തെടുത്തു. അതായത് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല, ഇത്ര ഈ സീസണിൽ പാടില്ല, അങ്ങനെയൊന്നും ഇല്ല. സോ വെയിൽ ഫിഷിംഗ് എന്ത് ചെയ്തു, എല്ലാ രാജ്യങ്ങളും ഒരുപോലെ എക്സ്പ്ലോർട്ട് ചെയ്തു. ഓക്കെ. അങ്ങനെ ചെയ്ത സമയത്ത് എന്ത് പറ്റി, ഗ്ലോബലി വെയിലിന്റെ പോപ്പുലേഷൻ എന്തായി, ഡിക്ലൈൻ ആയി. അതാണ് അതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് സംഭവിച്ചത്. ഓക്കെ. അപ്പൊ ഓപ്പൺ ആക്സസ് ഫിഷറി എന്ന് പറയുന്നത് ഇതാണ്, ഒരു റെസ്ട്രിക്ഷനും ഇല്ല, മാക്സിമം എക്സ്പ്ലോർട്ട് ചെയ്യുക. ഇതാണ് ഓപ്പൺ ആക്സസ് ഫിഷറിയുടെ, ആർക്ക് വേണോ എപ്പോ വേണോ എത്ര വേണോ ക്യാപ്ചർ ചെയ്യാം. ദാറ്റ് ഈസ് ഓപ്പൺ ആക്സസ് ഫിഷറി. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പൊതുവെ ഒരുപാട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഒരുപാട് ക്യാഷ് മുടക്കി ഫിഷിങ്ങിലേക്ക് ഇറങ്ങും. പക്ഷെ ഇങ്ങനെ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടും റിട്ടേൺ കുറവായിരിക്കും, അല്ലെങ്കിൽ എക്കണോമിക് ബെനിഫിറ്റ് കുറവായിരിക്കും. ഒരുപാട് നമ്മൾ മുടക്കുമെങ്കിലും തിരിച്ച് നമുക്കൊന്നും കിട്ടുന്നില്ല. സോ ദാറ്റ് ഈസ് ഓപ്പൺ ആക്സസ് ഫിഷറി. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, വെയിൽ ഫിഷിംഗ് ആണ് എക്സാമ്പിൾ. നെക്സ്റ്റ് നമ്മൾ എഫക്റ്റ് ഓഫ് ഓവർ ഫിഷിംഗ്. ഓവർ ഫിഷിംഗിന്റെ കുറച്ച് എഫക്ട്സുകൾ, ആഫ്റ്റർ എഫക്ട്സിനെ പറ്റിയിട്ട് നോക്കുകയാണ്. ഫസ്റ്റ് വൺ ഈസ് ഡിപ്ലീഷൻ ഓഫ് ഫിഷ് സ്റ്റോക്ക്. അത് ഉറപ്പായിട്ട് നടക്കും അല്ലെ, ഓവർ ഫിഷിംഗ് നടക്കുകയാണ്. അതായത് എന്ത് ചെയ്യുന്നു, കൂടുതൽ എഫേർട്ട് ഇട്ട് കൂടുതൽ ക്യാപ്ചർ ചെയ്യുന്നു. എന്ത് ഉദ്ദേശിച്ച്, ഒരുപാട് ബെനിഫിറ്റ് കിട്ടുമെന്ന് ഉദ്ദേശിച്ച്. അങ്ങനെ ബെനിഫിറ്റ് കിട്ടുമോ, ആക്ച്വലി ഫസ്റ്റ് ക്യാപ്ചറിലൊക്കെ കിട്ടുമായിരിക്കും. പിന്നീട് എന്താണ്, ആ സ്റ്റോക്ക് അവിടെ ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. സ്റ്റോക്ക് ഡിക്ലൈൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ പിന്നീട് ഫർദർ ഇയേഴ്സിൽ ഈ ഒരു കൊമേഴ്ഷ്യലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പർട്ടിക്കുലർ ഫിഷ്, നമ്മൾ ഏത് ഫിഷിനെയാണോ ഓവറായിട്ട് ഫിഷ് ചെയ്യുന്നത് ആ ഒരു സംഭവം ഇല്ലാണ്ടാവും. ഇപ്പൊ ഡിപ്ലീഷൻ ഓഫ് ഫിഷ് സ്റ്റോക്ക് സംഭവിക്കും. ഡിസ്ട്രപ്ഷൻ ഓഫ് ഫുഡ് വെബ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചിലപ്പം ക്യാപ്ചർ ചെയ്യുന്നത് ടോപ്പ് പ്രെഡേറ്റേഴ്സിനെ ആയിരിക്കും.
ആ പ്രെഡേറ്ററി സ്പീഷീസ് മാറിക്കഴിഞ്ഞാൽ അതിന്റെ പ്രേ എന്ത് ചെയ്യും, ഓവറായിട്ട് ഗ്രോ ചെയ്യും, അല്ലെങ്കിൽ ഓവറായിട്ട് അവര് വളരും, അവർ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടാവും, മൊത്തം എക്കോസിസ്റ്റം ബാലൻസ്, ഫുഡ് വെബ് ഒക്കെ എന്ത് ചെയ്യും, ഡിസ്ട്രക്റ്റഡ് ആകും. ഓക്കെ, ഇനി റിക്രൂട്ട്മെന്റ് ഓവർ ഫിഷിംഗ് നമ്മൾ പറഞ്ഞതാണ്. അവർക്ക് റിക്രൂട്ട് ബാക്ക് ചെയ്യാൻ പറ്റുന്നതിന് മുന്നേ, അല്ലെങ്കിൽ റിപ്രൊഡക്ഷന് മുന്നേ തന്നെ അവർ ക്യാപ്ചർ ചെയ്യുന്നു. അതാണ് റിക്രൂട്ട്മെന്റ് ഓവർ ഫിഷിംഗ്. അത് ഓവർ ഫിഷിംഗിന്റെ ഒരു എഫക്റ്റ് ആണ്. ദെൻ ഗ്രോത്ത് ഓവർ ഫിഷിംഗ്, ഹാർവസ്റ്റബിൾ സൈസ് എത്തുന്നതിന് മുന്നേ തന്നെ അവരെ എന്ത് ചെയ്യുന്നു, ക്യാപ്ചർ ചെയ്യുന്നു. ദെൻ ബയോഡൈവേഴ്സിറ്റി ലോസ് ഉണ്ടാവും, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ദെൻ ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ. ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ട്രോൾ ഫിഷിംഗ് ഒക്കെ അറിയാലോ നമ്മള്. അതായത് ഒരു പർട്ടിക്കുലർ ഏരിയ മൊത്തം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഡ്രഡ്ജ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ക്യാപ്ചർ ചെയ്ത് പോകുന്നു. അപ്പൊ ആ സമയത്ത് അവിടെയുള്ള അവരുടെ ഹാബിറ്റാറ്റ് മൊത്തം നശിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൊത്തം വാരിയെടുക്കുന്നത്. ഓക്കെ, അതാണ് ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ ഇവിടെ പറയുന്നത്. ദെൻ എക്കണോമിക് ലോസ്. എക്കണോമിക് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഓവർ എക്സ്പ്ലോർട്ട് ചെയ്യും. ആദ്യത്തെ തവണ നമുക്ക് കിട്ടിയ ഒരുപാട് കിട്ടുമായിരിക്കും, പിന്നെ പിന്നെ സ്റ്റോക്ക് കുറയുന്നത് കൊണ്ട് എന്താണ്, എക്കണോമിക് ലോസ് ഉണ്ടാവും. അപ്പൊ ഈ സ്റ്റോക്ക് ഇല്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് ക്യാഷ് മുടക്കി, ഒരുപാട് എന്താണ് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഗിയേഴ്സ് ഒക്കെ കൊണ്ട് ഫിഷിങ്ങിന് പോകും, ഒരുപാട് എഫേർട്ട് നമ്മൾ സൈഡിന് പോകും, പക്ഷെ നമുക്ക് പ്രോഫിറ്റ് കിട്ടോ, ഇല്ല, എക്കണോമിക് ലോസ് ഉണ്ടാവും. ദെൻ ഫുഡ് സെക്യൂരിറ്റി റെഡ്യൂസ്. അതായത് നമുക്കറിയാം, നമ്മൾ ആദ്യം ഫസ്റ്റ് സിനാരിയോടെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ ലോകം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം ആണ് ഫുഡ് സെക്യൂരിറ്റി റിലേറ്റഡ് പ്രോബ്ലം, അല്ലെ? പോവർട്ടി. നമ്മുടെ രാജ്യത്ത് ഇത്രയും വലിയ പോപ്പുലേഷനെ സപ്പോർട്ട് ചെയ്യും, നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ഗ്ലോബലി മൊത്തം എന്താണ്, പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു പോപ്പുലേഷനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത് ഫിഷറി റിസോഴ്സസ് ആണ്. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് കുറയുന്നതോറും എന്താണ്, ഫുഡ് സെക്യൂരിറ്റി അതിനെയും അഫക്ട് ചെയ്യും. ജനറ്റിക് ചേഞ്ചസ് ഇൻ ഫിഷ് പോപ്പുലേഷൻ. ഫിഷ് പോപ്പുലേഷൻ ഷിഫ്റ്റ് ചെയ്യും, അല്ലെ? ആക്ച്വലി ഉണ്ടായിക്കൊണ്ടിരുന്ന ലാർജ് സൈസ് ഫിഷ് ഒക്കെ എന്തായി, സ്മോൾ സൈസിലേക്ക് ഷിഫ്റ്റ് ചെയ്ത്, അതായത് എക്കോസിസ്റ്റം നേരെ തിരിയും, ഒരു ഇംബാലൻസ്ഡ് ആയിട്ടുള്ള, ഒരു ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു രീതിക്ക് മാറും. അപ്പോൾ ചേഞ്ചസ് ഉണ്ടാകും. ദെൻ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഇമ്പാക്ട് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഓവർ ഫിഷിങ്ങിന്റെ എഫക്ട്സ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, എന്നാൽ പഠിക്കാൻ ഈസി ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഓവർ ഫിഷിംഗ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ഓർക്കേണ്ടത് എന്താണ് ഓവർ ഫിഷിംഗ്, ദെൻ അതിൽ വരുന്ന ചില ടേംസ്, ഗ്രോത്ത് ഓവർ ഫിഷിംഗ്, റിക്രൂട്ട്മെന്റ് ഓവർ ഫിഷിംഗ്, ദെൻ എന്താണ് എക്കോസിസ്റ്റം ഓവർ ഫിഷിംഗ്. ദെൻ നമ്മൾ ഇതിനോടൊപ്പം പറഞ്ഞുപോയ രണ്ട് കാര്യങ്ങൾ, യൂമെട്രിക് ഫിഷിംഗും ഓപ്പൺ ആക്സസ് ഫിഷറിയും. ഈ രണ്ടും ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. യൂമെട്രിക്കിന്റെ കേസിൽ എങ്ങനെയാണ്, നമ്മൾ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഫിഷ് ചെയ്യാൻ വേണ്ടി റെഗുലേഷൻസ് വെക്കുന്നു, ദാറ്റ് ഈസ് യൂമെട്രിക് ഫിഷിംഗ്. എന്നാൽ ഓപ്പൺ ആക്സസ് ഫിഷറിയിൽ എങ്ങനെയാണ്, ദർ ഇസ് നോ റെസ്ട്രിക്ഷൻസ്. നോ റെസ്ട്രിക്ഷൻസ് ആയതുകൊണ്ട് തന്നെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ നടക്കും. ഓക്കെ, ആൻഡ് ഇതൊക്കെ എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു, എക്കണോമിക് ലോസിലേക്കാണ് ഫൈനലി ലീഡ് ചെയ്യുന്നത്. ദെൻ നമ്മൾ നോക്കിയത് എന്താണ്, എങ്ങനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ നോക്കിയായിരുന്നു, അല്ലെ? ഓവർ ഫിഷിങ്ങിനെ എങ്ങനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാം. ദെൻ ലാസ്റ്റ് നമ്മൾ നോക്കിയത് എഫക്ട്സ്. ഈ ഓവർ ഫിഷിംഗ് കൊണ്ട് വരുന്ന എഫേർട്ടുകൾ എഫക്റ്റുകൾ എന്തൊക്കെയാണ്, എഫക്റ്റ് ആണ്, എന്തൊക്കെയാണ് ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.